നമസ്കാരം. ഏവർക്കും എൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം. ഇവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് സ്റ്റേ കണക്റ്റഡ് വിത്തിനാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകാതെ നിങ്ങളുടെ ഹയർ സെൽഫുമായി എപ്പോഴും കണക്റ്റ് ആവുക എന്നാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ആ ശക്തിയുമായി അലൈൻ ആകുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആ ആത്മചൈതന്യം എന്നുള്ളത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്നുള്ളൊരു സത്യം നിങ്ങളിവിടെ ഉൾക്കൊള്ളുക എന്നാണ് ഭഗവാൻ പറയുന്നത്. ഓരോ ജീവജാലങ്ങളും പരമാത്മാവായ ഭഗവാന്റെ തന്നെ ജീവാത്മാക്കളാണ്. ഓരോ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നതും ഭഗവാന്റെ തന്നെ അംശമാണ് എന്നുള്ള സത്യം നിങ്ങൾ ഉൾക്കൊള്ളുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഈ സത്യവുമായി അലയനാകുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് മെഡിറ്റേഷൻ, പ്രാർത്ഥനകൾ, മൗനം പാലിക്കൽ എന്നിവ. കൂടാതെ പല രീതികളിലൂടെയും നിങ്ങളിൽ നിന്ന് നഷ്ടമാകുന്ന എനർജിയെ, അത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിങ്ങളിൽ നിന്ന് നഷ്ടമാകുന്ന എനർജിയെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ അനുവദിക്കാതെ നിങ്ങൾ സ്വയം തിരിച്ചറിയാനായി വിനിയോഗിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത്. അടുത്തത് ഡിവൈൻ ദർശനാണ്. ഇവിടെയും ഭഗവാനെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് തരുന്നത്. ഭഗവാൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഭഗവാനെ കാണാൻ ശ്രമിക്കേണ്ടത് വിഗ്രഹങ്ങളിലൂടെയോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ടോ അല്ല, മറിച്ച് അവനവനിൽ തന്നെ കുടികൊള്ളുന്ന ഭഗവാനെ കാണുക, തിരിച്ചറിയുക എന്നാണ്. നിങ്ങൾക്ക് ഇത് ലഭ്യമാകണമെങ്കിൽ മെഡിറ്റേഷൻ, അതുപോലെ നിങ്ങൾക്ക് യൂണിവേഴ്സലി തരുന്ന കുറച്ച് സിമ്പിൾസ്, അതുപോലെ നിങ്ങളുടെ തന്നെ ഇൻറ്റ്യൂഷൻ എന്നിവയിലൂടെ ഭഗവാനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഭഗവാന്റെ ദർശനം സാധ്യമാകുന്നതിലൂടെ നിങ്ങളുടെ ടോട്ടൽ എനർജി ഫീൽഡിന് ഒരു അപ്ലിഫ്റ്റ് ഉണ്ടാകുന്നതും, അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി ഫീൽഡ് ടോട്ടലി പ്യൂരിഫൈ ആകുന്നതും ചെയ്യുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. ഇത്തരത്തിൽ ഉയർന്ന എനർജിയിലാകുന്ന ഒരാൾക്ക് ഭഗവാനെയും ഭഗവാന്റെ പ്രസൻസിനെയും വളരെ മനോഹരമായി തിരിച്ചറിയാൻ കഴിയുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അടുത്തത് ദ ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ്. നിങ്ങളോട് ഭഗവാൻ പറയുന്നത്, ഭഗവാനെ നിങ്ങൾക്ക് ക്ലോസ് ഫ്രണ്ടായും അതുപോലെ തന്നെ ഭഗവാനായി തന്നെയും കാണാവുന്നതാണ്. ഈ കൂട്ടുകെട്ടിലൂടെ നിങ്ങൾക്ക് സന്തോഷവും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും അതുപോലെ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും പ്രകാശവും നിങ്ങളുടെ ലൈഫിൽ തന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അടുത്തത് അബണ്ടൻസ് ആണ്. ഭഗവാന്റെ അനുഗ്രഹങ്ങളും മറ്റും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് അടുത്ത മെസ്സേജ്. ഇത് വെറും ധനവരവ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബണ്ടൻസ് മാത്രമല്ല, മറിച്ച് ഇത് നിങ്ങളിലോട്ട് വരുന്ന പല അവസരങ്ങളും അതുപോലെ സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങളും അതുപോലെ സ്പിരിച്വൽ വെൽത്തും ഒക്കെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കും. അത് നിങ്ങളുടെ ആരോഗ്യ മേഖലയിലായിരുന്നാലും എല്ലാം നിങ്ങൾക്കൊരു സന്തോഷപൂർണമായിട്ടുള്ള ഒരു ലൈഫാണ് ഭഗവാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ വാക്കിലും ചിന്തകളിലും പ്രവൃത്തികളിലും ധാർമ്മികത കൊണ്ടുവരുന്നത്, അപ്പോൾ ഈ അബണ്ടൻസ് നിങ്ങളിലോട്ട് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് എന്നിവിടെ പറയുന്നുണ്ട്. ഭഗവാന്റെ യഥാർത്ഥ ഭക്തന് അല്ലെങ്കിൽ ഒരു ഭക്തയ്ക്ക് ഒന്നിൻ്റെയും ഒരു കുറവ് ഭഗവാൻ ഒരിക്കലും വരുത്തുകയില്ല എന്നുള്ളൊരു അഷുറൻസ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും വാക്കുകളിലും ധാർമ്മികത കൊണ്ടുവരുമ്പോഴാണ് ഈ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നതെന്ന് ഓർക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അടുത്തത് ഗീത ഡെക്കിന് കിട്ടിയത് പ്രൊട്ടക്ഷൻ്റെ കാർഡാണ്. നിങ്ങളെ ഭഗവാൻ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്.
നിങ്ങളുടെ സാഹചര്യം എന്താണെങ്കിലും നിങ്ങളെ പൊതിഞ്ഞ് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഒരു ആവരണം കണക്കെ നിങ്ങളെ പൊതിഞ്ഞ് ഭഗവാൻ തരുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഭഗവാൻ തരുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഓറയ്ക്ക് ഭഗവാന്റെ സംരക്ഷണമുണ്ട്. നിങ്ങളുടെ ഓറയെ മുഴുവനായും ഭഗവാൻ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത്. അത് നിങ്ങളുടെ തന്നെ ആന്തരിക ശത്രുക്കളായ ഈഗോ, അതുപോലെ പേടി, സെൽഫ് ഡൗട്ട് എന്നിവയിൽ നിന്നെല്ലാം, അതുപോലെ തന്നെ പുറമേ നിന്നുള്ള എല്ലാ വെല്ലുവിളികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയമില്ലാതെ മുന്നോട്ട് പോവുക. ഭഗവാന്റെ സംരക്ഷണവും ഭഗവാന്റെ പ്രസൻസും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്തത് പീസ് ഫോർമുലയാണ്. ഭഗവാനിൽ സമർപ്പണ മനോഭാവത്തോടെ ജീവിക്കുന്നവർക്കും എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുന്നവർക്കും ഭഗവാന്റെ തത്വം മനസ്സിലാക്കുന്നവർക്കും യഥാർത്ഥമായ സമാധാനം പ്രാപ്തമാകുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാനെ സ്മരിക്കുക, എല്ലാ പ്രവൃത്തികളും ഭഗവാന് സമർപ്പിക്കുക, അതുപോലെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഭഗവാനെ അറിയാൻ ശ്രമിക്കുക, ഭഗവാനെ നിങ്ങളുടെ ആത്മമിത്രമായും വഴികാട്ടിയായും അംഗീകരിക്കുക. എന്നിവയിലൂടെ നിങ്ങൾക്ക് സോൾ ലെവലിൽ തന്നെ ശാന്തിയും സമാധാനവും ലഭ്യമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ പീസ് ഫോർമുലയിലൂടെ തന്നിരിക്കുന്നത്. അടുത്തത് ദ ഗോൾ ഓഫ് നോളജ് ആണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും തത്വചിന്തകളും അതുപോലെ സയൻസും ഒരേ ഒരു സത്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അത് നിങ്ങളുടെ തന്നെ സ്വന്തം അന്തസത്തയെക്കുറിച്ച് ഡീപ്പറായി മനസ്സിലാക്കലും അതുപോലെ തന്നെ നിങ്ങളുടെ സോളിന് ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിലുമാണ് അത് എത്തിച്ചേരുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. നിങ്ങൾ സ്വയം ദൈവിക അംശമാണെന്നും ഭഗവാന്റെ ഒരു ഭാഗമാണെന്നും നിങ്ങളുടെ സോള് ശാശ്വതമാണെന്നും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ജന്മജന്മാന്തരങ്ങൾക്കൊടുവിൽ ഇത്തരത്തിലുള്ള അറിവുകളിലൂടെ യഥാർത്ഥ ഭക്തര് ഭഗവാനിൽ ആത്മസമർപ്പണം നടത്തി എല്ലാത്തിനും കാരണം ഭഗവാനാണ് എന്നുള്ളൊരു ആത്മ സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. നിങ്ങളിലുള്ള ആത്മചൈതന്യത്തെ, അതായത് ഭഗവാനെ നിങ്ങൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാനുള്ള പ്രാധാന്യം ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. ഭഗവാനെ കാണാനും ഭഗവാന്റെ ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാനും ഭഗവാന്റെ പ്രസൻസ് നിങ്ങൾക്ക് അറിയാനും ഒക്കെ ഇത് സഹായകരമാകുന്നതാണ്. ഭഗവാനെ ഫ്രണ്ടായിട്ട് തന്നെ കരുതുക. അതുപോലെ തന്നെ ഭഗവാനായിട്ടും നിങ്ങളുടെ കൂടെ കൂട്ടാവുന്നതാണ്. ഭഗവാൻ നിങ്ങൾ എപ്പോഴാണോ ധർമ്മത്തിൽ അടിയുറച്ച് ജീവിക്കുന്നത് ആ സമയം മുതൽക്ക് നിങ്ങളോട്ട് ഭഗവാന്റെ അബണ്ടൻസ് കൊണ്ടെത്തിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഓറയൊക്കെ പൊതിഞ്ഞ് ഭഗവാന്റെ സംരക്ഷണമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഭക്തിയുടെ ഫോർമുല ലഭ്യമാക്കണമെങ്കിൽ നിങ്ങൾ ഭഗവാനിലോട്ട് സ്വയം സമർപ്പണം ചെയ്ത് കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് നിങ്ങൾ ജീവിക്കുക എന്നുള്ളൊരു മെസ്സേജ് തരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ അറിവുകളും ചെന്നെത്തുന്നതിൽ ഭഗവാനിലോട്ടാണ്. ആദ്യം സ്വയം അറിയുക. ആ തിരിച്ചറിവിലൂടെ ചെന്നെത്തുന്നത് നിങ്ങളുടെ സോളും ഭഗവാനുമായിട്ടുള്ളൊരു കണക്ഷനിലോട്ടാണ്. എല്ലാ പഠിപ്പുകളും എല്ലാ അറിവുകളും ആ ഒരു അറിവിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഭഗവാൻ വളരെ അർത്ഥവത്തായിട്ടുള്ള മെസ്സേജസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഇത് വളരെ ഡീപ്പർ ലെവലിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.